എസൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ മലയാളം സീരീസിലെ 5ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 4 അധ്യായങ്ങളിലായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസും ഒപ്പം തന്നെ ആം, ഈസ്, ആർ എന്നുള്ളതിൻ്റെ കൃത്യമായ രൂപങ്ങളും. ഇന്ന് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് സിമ്പിളാണ്. ഐ ഡു, ഐ വർക്ക്, ഐ ലൈക്ക് എന്നിങ്ങനെയുള്ള പ്രസൻറ്റ് സിമ്പിൾ രൂപങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഐ ഡു, അപ്പോൾ 5ാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ്ങിൽ ഐ ഡു, ഐ വർക്ക്, ഐ ലൈക്ക് എക്സെട്ര. ഓക്കെ, പ്രസൻറ്റ് സിമ്പിൾ എന്നിങ്ങനെ കൊടുക്കുന്നു. ആദ്യം 2 ചിത്രങ്ങളാണ്. ഒന്ന് വി റീഡ് എ ലോട്ട് എന്നുള്ള ഒരു ടെക്സ്റ്റ് 1ാമത്തെ ചിത്രത്തിൽ കാണാം. 2ാമത്തെ ചിത്രത്തിൽ ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് കാണാം. ഇത് 1ാമത്തെ ചിത്രത്തിൽ ബഹുവചനങ്ങളാണ്, അതായത് സബ്ജക്റ്റായിട്ട് 2 പേരുണ്ട്. 2ാമത്തെ ചിത്രത്തിൽ ആകെ ഒരാളേ ഉള്ളൂ. ഓക്കെ, ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം, ദേ ആർ ലുക്കിംഗ് അറ്റ് ദെയർ ബുക്സ്, അവർ പുസ്തകം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർ പ്ലസ് ING എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 3-4 അധ്യായങ്ങളിൽ പഠിച്ചതാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ദേ ആർ ലുക്കിംഗ് അറ്റ് ദെയർ ബുക്സ്, അവർ പുസ്തകത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേ റീഡ് എ ലോട്ട്, അവർ ഒരുപാട് വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൻ്റെ അർത്ഥം വരുന്നത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന അർത്ഥത്തിൽ ജനറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രൂത്തുകളെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ചിത്രം നോക്കൂ, ഹീസ് ഈറ്റിംഗ് ഐസ്ക്രീം, അദ്ദേഹം ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണ്. ഹീ ലൈക്സ് ഐസ്ക്രീം, അദ്ദേഹം ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ ലൈക്സ് എസ് എന്നുള്ള ഫോമാണ് വന്നിട്ടുള്ളത്, ഇവിടെ റീഡ് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് ഒരു വെർബിനോട് കൂടി, ഈ വെർബിൻ്റെ 1ാമത്തെ രൂപമായ ഇൻഫിനിറ്റിനോട് കൂടി എസ് എന്ന് ചേരുമ്പോൾ കിട്ടുന്ന രൂപത്തെയാണ്. പക്ഷേ ബഹുവചനമാവുമ്പോൾ ആ എസ് ഒഴിവാക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദേ റീഡ്സ് എന്നല്ല, ദേ റീഡ് എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ അടിയിൽ കൊടുത്ത ഉദാഹരണങ്ങൾ നോക്കാം. ദേ റീഡ്, ഹീ ലൈക്സ്, ഐ വർക്ക് എക്സെട്ര. അത് പ്രസൻറ്റ് സിമ്പിൾ, അതാണ് പ്രസൻറ്റ് സിമ്പിൾ എന്നുള്ളത്. അപ്പോൾ റീഡ് റീഡ്സ്, ലൈക്ക് ലൈക്സ്, വർക്ക് വർക്ക്സ്, ലിവ് ലിവ്സ്, വാച്ച് വാച്ചസ്, ഡു ഡസ്, ഹാവ് ഹാസ്. ഇതാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് റീഡ്സ്, ലൈക്സ്, വാട്ട്സ്, ലിവ്സ്, വാച്ചസ്, ഡസ്, ഹാസ് പോലെയുള്ള എസ് ചേർന്ന രൂപങ്ങളെയാണ്. പക്ഷേ ബഹുവചന സബ്ജക്റ്റുകൾ ഐയും ബഹുവചനങ്ങളുമാവുമ്പോൾ നമ്മൾ റീഡ്ത്തെ എസ് ഒഴിവാക്കി റീഡ് എന്ന് മാത്രമാണ് പറയാറ്. ലൈക്സിലത്തെ എസ് ഒഴിവാക്കി ലൈക്ക് എന്ന് മാത്രമാണ് പറയാറ്. അതിൻ്റെ അർത്ഥം വരുന്നത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം, ഹീ വർക്ക്സ്, ഷീ ലീവ്സ്, ഇറ്റ് റൈഡ്സ് എന്നിങ്ങനെയാണ്. ഏകവചനങ്ങൾ വരുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ബഹുവചനങ്ങളാണെങ്കിൽ അത് എസ് ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പരമ്പരാഗതമായ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ഇത് ഐ റീഡ്, യു റീഡ്, ദേ റീഡ് എന്നുള്ളതാണ് പ്രസൻറ്റ് ടെൻസ് എന്നും, ഹീ ഷീ ഇറ്റ് പോലെയുള്ള സിംഗുലർ വരുമ്പോൾ റീഡ്സ് എന്നുള്ളത് എസ് ചേർക്കുന്നു എന്നുമാണ് സാധാരണ പഠിപ്പിക്കാറ്. നമ്മളിവിടെ പഠിപ്പിക്കുന്നത് പ്രസൻറ്റ് ടെൻസ് എന്നാൽ എസ് ഫോമുകളാണ്. 1ാമത്തെ ഫോമിനോട് കൂടി എസ് ചേർന്ന വെർബിൻ്റെ ഫോമുകളെയാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. അത് ബഹുവചനങ്ങൾ വരുമ്പോൾ എസ് ഒഴിവാക്കുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. കാരണം നിങ്ങൾക്ക് പാസീവ് വോയിസ് എല്ലാം സിമ്പിളായിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ ലോജിക്കാണ് വളരെ എളുപ്പമെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ ഇങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്. ഇനി നമുക്കത് അർത്ഥം നോക്കാം. ഐ വർക്ക് ഇൻ എ ഷോപ്പ്, ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ബാങ്ക്, എൻ്റെ ബ്രദർ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഐ വർക്ക് എന്നാണ് പറഞ്ഞത്. ഐ ആയതുകൊണ്ട് മാത്രമാണ് വർക്ക് എന്ന് വന്നത്. മറ്റ് ഏകവചനങ്ങളാണെങ്കിൽ വർക്ക്സ് എന്നാണ് വരുന്നത്. ഇവിടെ മൈ ബ്രദർ എന്നുള്ളത് ഏകവചനമാണ്, അതുകൊണ്ട് വർക്ക്സ് എന്ന് വരുന്നു. അപ്പോൾ രണ്ടിൻ്റെയും അർത്ഥം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നാണ് അർത്ഥം. നോട്ട് മൈ ബ്രദർ വർക്ക് എന്ന് പറയാറില്ല. മൈ ബ്രദർ ഏകവചനമായതുകൊണ്ട് വർക്ക്സ് എന്ന് പറയുന്നു. ഇതാണ് ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം. ലിൻഡ ലിവ്സ് ഇൻ ലണ്ടൻ, ലിൻഡ ലണ്ടനിലാണ് ജീവിക്കുന്നത്. ഹെർ പാരൻസ് ലിവ് ഇൻ സ്കോട്ട്ലാൻഡ്, അവരുടെ പാരൻറ്റ് സ്കോട്ട്ലാൻഡിൽ ജീവിക്കുന്നു. അപ്പോൾ ഇവിടെ ലിവ് എന്നേ വരുന്നുള്ളൂ. ഹെർ പാരൻസ് എന്നുള്ളത് ബഹുവചനമായതുകൊണ്ട് ലിവ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഇറ്റ് റെയിൻസ് എ ലോട്ട് ഇൻ വിൻ്റർ, വിൻ്ററിൽ ഒരുപാട് മഴ പെയ്യാറുണ്ട് എന്നർത്ഥം വരുന്നു. ഓക്കെ, അപ്പോൾ ഇറ്റ് എന്നുള്ളത് ഏകവചനമായതുകൊണ്ട് റൈൻസ് എന്ന് പറയുന്നു. ഐ ഹാവ് എന്നുള്ളത് ഹീ ഷീ ഇറ്റ് വരുമ്പോൾ ഹാസ് ആവുന്നു. അതായത് ഹാവിനോട് കൂടി എസ് ചേർന്ന രൂപമാണ് യഥാർത്ഥത്തിൽ ഹാസ് എന്നുള്ളത്. ഹാവ്സ് എന്നുള്ളതാണ്. അത് ഹാവ്സ് എന്നുള്ളത് പറഞ്ഞ് ഷോർട്ടായിട്ടാണ് ഹാസ് ആയി മാറിയിട്ടുള്ളത്. ജോൺ ഹാസ് എ ഷവർ എവരി ഡേ, ജോൺ എല്ലാ ദിവസവും കുളിക്കാറുണ്ട് എന്നർത്ഥം. ഈ സ്പെല്ലിങ്ങുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെർബിനോട് കൂടി 1ാമത്തെ വെർബിനോട് കൂടി എസ് എന്നോ അല്ലെങ്കിൽ ES എന്നോ അല്ലെങ്കിൽ IES എന്നോ ആണ് ചേർക്കാറ്. അപ്പോൾ ES ചേർക്കുന്നത് SHന് ശേഷം, CHന് ശേഷം, അതുപോലെ എസിന് ശേഷം
ഇത്തരം വാക്കുകൾക്ക് ശേഷമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ എവിടെയാണ് എസ് ചേർക്കേണ്ടത്, എവിടെയാണ് ഇ എസ് ചേർക്കേണ്ടത്, എവിടെയാണ് ഐ എസ് ചേർക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അപ്പൻഡിക്സ് 5 കൊടുത്തിട്ടുണ്ട്. വൈയിൽ അവസാനിക്കുന്ന വാക്കുകൾ വൈ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഐ ഇ എസ് ചേർക്കുന്നു. ഇപ്പോൾ സ്റ്റഡി എന്നുള്ളത് സ്റ്റഡീസ് എന്നാവുന്നു, ട്രൈ എന്നുള്ളത് ട്രൈസ് എന്നാവുന്നു, ഡു എന്നുള്ളത് ഡൂവിന് ശേഷം ഡസ് എന്നാണ് പറയുന്നത്, ഗോ എന്നുള്ളത് ഗോസ് എന്നാണ് പറയുന്നത്. ഈ സ്പെല്ലിംഗ് കൃത്യമായി പഠിക്കാൻ അപ്പൻഡിക്സ് 5 കൃത്യമായി കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി എൻ്റെ രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത് വി യൂസ് ദ പ്രസൻറ്റ് സിമ്പിൾ ഫോർ തിങ്സ് ദാറ്റ് ആർ ട്രൂ ഇൻ ജനറൽ. ജനറലായിട്ട് യാഥാർത്ഥ്യമായ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ഉപയോഗിക്കുന്നത്. ഓർ ഫോർ തിങ്സ് ദാറ്റ് ഹാപ്പൻ സംടൈംസ് ഓർ ഓൾ ദ ടൈംസ്, അല്ലെങ്കിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഇടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ആയ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് ഐ ലൈക്ക് ബിഗ് സിറ്റീസ്, ഞാൻ വലിയ സിറ്റികൾ ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാറുണ്ട് എന്നർത്ഥം. ദ ഷോപ്സ് ഓപ്പൺ അറ്റ് 9 o'clock ആൻഡ് ക്ലോസ് അറ്റ് 5:30. ഇവിടെ ഷോപ്സ് എന്നുള്ളത് ബഹുവചനമായതുകൊണ്ട് ഓപ്പൺ എന്ന് പറയുന്നു. ഷോപ്പ് എന്നാണെങ്കിൽ ഓപ്പൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, കടകൾ 9 മണിക്ക് തുറക്കുന്നു എന്നിട്ട് 5:30 അടയ്ക്കുന്നു എന്നർത്ഥം, അല്ലെങ്കിൽ തുറക്കാറുണ്ട് അല്ലെങ്കിൽ അടക്കാറുണ്ട് എന്നർത്ഥം വരാം. ടിം വർക്ക്സ് വെരി ഹാർഡ്, ടിം കഠിനമായി ജോലി ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു. ഹി സ്റ്റാർട്ട്സ് അറ്റ് 7:30 ആൻഡ് ഫിനിഷസ് അറ്റ് 8 o'clock in the morning. ഇവിടെ വർക്ക്സ്, സ്റ്റാർട്ട്സ്, ഫിനിഷസ്. എന്തുകൊണ്ട്? കാരണം ടിം എന്നുള്ളത് ഏകവചനമാണ്, അതുകൊണ്ട് വർക്ക്സ് എന്നുള്ള കറക്റ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നർത്ഥം. ദ എർത്ത് ഗോസ് റൗണ്ട് ദ സൺ, ഭൂമി സൂര്യനെ ചുറ്റുന്നു അല്ലെങ്കിൽ ചുറ്റാറുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഗോസ് റൗണ്ട്, ഇവിടെ ഗോസ് എന്നാണ് വന്നത്, എർത്ത് എന്നുള്ളത് ഏകവചനമായതുകൊണ്ട്. വി ഡു എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് തിങ്സ് ഇൻ അവർ ഫ്രീ ടൈം, ഞങ്ങളുടെ ഫ്രീ സമയത്ത് ഞങ്ങൾ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ ഡു എന്ന് വരാനുള്ള കാരണം വി എന്നുള്ളത് ബഹുവചനമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഏകവചനമാണെങ്കിൽ ഡസ് എന്നാണ് വരുന്നത്. ഇറ്റ് കോസ്റ്റ് എ ലോട്ട് ഓഫ് മണി ടു സ്റ്റേ അറ്റ് ലക്ഷറി ഹോട്ടൽ, ലക്ഷറി ഹോട്ടലിൽ താമസിക്കാൻ ഒരുപാട് പൈസ ആവുന്നുണ്ട് അല്ലെങ്കിൽ ആവാറുണ്ട്. ഇറ്റ് എന്നുള്ളത് ഏകവചനമായതുകൊണ്ട് കോസ്റ്റ് എന്നുള്ള എസ് ഫോം ഇവിടെ ഉപയോഗിക്കുന്നു എന്നർത്ഥം. ഇനി നമുക്ക് നോക്കാം, ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന കുറച്ച് പദങ്ങളാണ് ഓൾവേസ്, നെവർ, ഓഫൻ, സംടൈംസ്, യൂഷ്വലി, പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. സിയു ഓൾവേസ് അറൈവ്സ് അറ്റ് വർക്ക് ഏർലി, എല്ലായ്പ്പോഴും സിയു എത്തുന്നത് ജോലിക്ക് നേരത്തെ എത്താറുണ്ട് എന്നർത്ഥം. ഇവിടെ നോട്ട് സിയു അറൈവ്സ് ഓൾവേസ് എന്ന് പറയില്ല, സബ്ജക്റ്റിനും വെർബിനും നടുക്കാണ് ഇത്തരം പദങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നിവിടെ പ്രത്യേകം മനസ്സിലാക്കണം. ഐ യൂഷ്വലി ഗോ ടു വർക്ക് ബൈ കാർ ബട്ട് സംടൈംസ് ഐ വാക്ക്, ഞാൻ സാധാരണയായിട്ട് ജോലിക്ക് പോകുന്നത് കാറിലാണ്, പക്ഷേ ചില സമയത്ത് ഞാൻ നടക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, കാരണം നോട്ട് ഐ ഗോ യൂഷ്വലി എന്ന് പറയില്ല, ഐക്കും ഗോക്കും ഇടയിലാണ് യൂഷ്വലി, നെവർ, ഒഫൻ, സംടൈംസ് പോലെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ജൂലിയ നെവർ ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ്, ജൂലിയ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല എന്നർത്ഥം. ഇവിടെ ജൂലിയക്കും ഈറ്റ്സിനും ഇടയിൽ നെവർ ഉപയോഗിക്കുന്നു. ജൂലിയ ഏകവചനമായതുകൊണ്ട് ഈറ്റ്സ് എന്നുള്ള പദമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ടോം ലിവ്സ് നിയർ അസ്, ഞങ്ങളുടെ അടുത്താണ് ടോം താമസിക്കുന്നത്. വി ഓഫൻ സീ ഹിം, ഞങ്ങൾ മിക്കപ്പോഴും അവനെ കാണാറുണ്ട് എന്നർത്ഥം വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്, വെർബിൻ്റെ എസ് ചേർന്ന രൂപത്തിനെയാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഐ, യു, വി, ദേ പോലെയുള്ള ഐയും ബഹുവചനങ്ങളും വരുമ്പോൾ എസ് ഫോം നമ്മൾ ഒഴിവാക്കുന്നു, ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നാണ് ഇതിന് അർത്ഥം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അധ്യായങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് 6, അതായത് അടുത്ത അധ്യായത്തിൽ അതിൻ്റെ നെഗറ്റീവ് ഫോമുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമുകളെ കുറിച്ച് 7ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഐ ആം ഡൂയിങ്ങും ഐ ഡു തമ്മിലുള്ള വ്യത്യാസം 8ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നു. ഓൾവേസ്, യൂഷ്വലി, ഓഫൻ പോലെയുള്ള വാക്കുകളുടെ വേർഡ് ഓർഡറുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് യൂണിറ്റ് 93 വിശദീകരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതിൻ്റെ എക്സർസൈസുകളാണ്. ഓക്കെ, 5ൽ 1ാമത്തെ എക്സസൈസ്, റൈറ്റ് ദീസ് വേർബ്സ് പ്ലസ് എസ് ഓർ ഇ എസ്. ഇവിടെ 6 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ഫോം എഴുതുക എന്നുള്ളതാണ്. അത് ഏകവചനം വരുമ്പോൾ, ഐ ഒഴികെയുള്ള ഏകവചനങ്ങൾ വരുമ്പോൾ നമ്മൾ എസ് ചേർക്കണം. ഐയും ബഹുവചനങ്ങളാണെങ്കിൽ എസ് ചേർക്കാതെ തന്നെ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റീഡ്, ഷീ റീഡ്സ് എന്നുള്ളത് ഉദാഹരണമായി കൊടുത്തിരിക്കുന്നു. 2ാമത്തെ തിങ്ക് ആണ്. അപ്പോൾ ഹി വരുമ്പോൾ എന്താണ് വരേണ്ടത്, തിങ്ക് ആണോ തിങ്സ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. 3ാമത്തത് ഇറ്റ് ഫ്ലൈ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫ്ലൈ ആണോ ഫ്ലൈസ് ആണോ, ഇതിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയായിരിക്കും എസ് ചേർക്കുമ്പോൾ എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. 4ാമത്തത് ഹി ഡാൻസ് എന്നുള്ളതാണ്. അത് ഹി ഡാൻസസ് ആണോ ഹി ഡാൻസ് ആണോ, ഏതാണ് കറക്റ്റ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്തിട്ട് എഴുതണം. അതേപോലെ ഷീ കഴിഞ്ഞിട്ട് ഇവിടെ ഹാവ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഷീ ഹാവ് ആണോ ഷീ ഹാസ് ആണോ എന്നിങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇറ്റ് ഫിനിഷ് എന്നുള്ളതാണ്. ഇറ്റ് ഫിനിഷസ് ആണോ ഇറ്റ് ഫിനിഷ് ആണോ, ഏതാണ് കറക്റ്റ് അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. 2ാമത്തെ എക്സസൈസ് നോക്കൂ. ഈറ്റ്, ഗോ, ലിവ്, പ്ലേ, സ്ലീപ്പ്.
എന്നിങ്ങനെ 6 പദങ്ങൾ കൊടുത്തിരിക്കുന്നു, 6 ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. ഈ ഓരോ ചിത്രത്തിനും ആപ്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ എഴുതുക എന്നുള്ളതാണ്. ഉദാഹരണമായി ഒന്നാമത്തെ കൊടുത്തിട്ടുണ്ട് ഡാഷ് ദ പിയാനോ എന്നുള്ളതാണ്. അവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു പിയാനോ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹി പ്ലേസ് ദ പിയാനോ, ഹി ഏകവചനമായതുകൊണ്ട് പ്ലേസ് എന്ന് ഉപയോഗിക്കുന്നു. ഈ രണ്ടാമത്തെ ദേ ഡാഷ് ഇൻ എ വെരി ബിഗ് ഹൗസ്. അവിടെ ഈ 6 വാക്കിൽ നിന്ന് ഏതാണോ കറക്റ്റ് വാക്ക് അതാണ് നിങ്ങൾ എഴുതേണ്ടത്. മൂന്നാമത്തത് ഡാഷ് എ ലോട്ട് ഓഫ് ഫ്രൂട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 6 വാക്കിൽ നിന്ന് ഈറ്റ് ആണോ, ഗോ ആണോ, ലീവ് ആണോ, പ്ലേ ആണോ, സ്ലീപ്പ് ആണോ, ഏതാണോ കറക്റ്റ് എഴുതേണ്ടത്. അതുപോലെയാണ് നാലാമത്തതും അഞ്ചാമത്തതും ആറാമത്തതും ചെയ്യേണ്ടത്. അത് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ആൻസർ കീയിൽ പോയി നോക്കാം. ആൻസർ കീ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠം പഠിഞ്ഞു എന്നർത്ഥം വരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നും കൂടി മനസ്സിരുത്തി വായിച്ച് പഠിക്കേണ്ടതുണ്ട് എന്നാണ് അനുമാനിക്കേണ്ടത്. ഓക്കെ, അഞ്ചാമത്തെ മൂന്നാമത്തെ എക്സസൈസ് നോക്കാം. ബോയിൽ, ക്ലോസ്, കോസ്റ്റ്, ലൈക്ക്, മീറ്റ്, ഓപ്പൺ, സ്പീക്ക്, ടീച്ച്, വാഷ് എന്നിങ്ങനെ ഒരു 10 പദങ്ങൾ കൊടുത്തിരിക്കുന്നു. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്, യൂസ് ദീസ് വേർഡ്സ്. ഈ മുകളിലെ വെർബുകൾ ഉപയോഗിച്ച് അടിയിലത്തെ സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മാർഗരറ്റ് സ്പീക്സ് 4 ലാംഗ്വേജസ്. മാർഗരറ്റ് ഏകവചനമായതുകൊണ്ട് സ്പീക്സ് എന്ന് വരുന്നു. അതേപോലെ ഇൻ ബ്രിട്ടൻ ദ ബാങ്ക്സ് യൂഷ്വലി ഡാഷ് അറ്റ് 9. അപ്പോൾ ഈ 10 വാക്കിൽ നിന്ന് ഏതാണോ കറക്റ്റ് ആയിട്ടുള്ള പദം അതിൻ്റെ ഏത് ഫോമാണോ കറക്റ്റ് ഉപയോഗിക്കേണ്ടത് അത് നിങ്ങൾ ചെയ്തു നോക്കണം. അതേപോലെ ഈ 10 ചെയ്തു നോക്കുക. എന്നിട്ട് ആൻസർ കീ ചെക്ക് ചെയ്യുക. എല്ലാ ആൻസറും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അധ്യായം പഠിഞ്ഞു എന്നർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അഞ്ചാമത്തിൽ 4 റൈറ്റ് സെൻറ്റൻസസ് ഫ്രം ദിസ് വേർഡ്സ്, പുട്ട് ദ വേർബ്സ് ഇൻ എ റൈറ്റ് ഫോം. ഓക്കെ, അറൈവ് ഓർ അറൈവ്സ്. ഇതിൽ ഏത് കറക്റ്റാണ് വാക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒന്നാമത്തെ ഓൾവേസ്, ഏർലി, സു, അറൈവ്. 4 വാക്ക് കൊടുത്തിരിക്കുന്നു. ഈ 4 വാക്ക് ഉപയോഗിച്ചിട്ട് യു ഓൾവേസ് അറൈവ്സ് ഏർലി എന്ന് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നു. ഒന്ന് സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു, അതിനുശേഷം ഓൾവേസ് പോലെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നു, അതിനുശേഷം വെർബിൻ്റെ ഏകവചനത്തിനനുസരിച്ച് വാക്ക് ഉപയോഗിക്കുന്നു. അറൈവ്സ് എന്ന് ഉപയോഗിക്കാൻ കാരണം ഇവിടെ ഏകവചനമാണ്. ഏർലി എന്നുള്ള വാക്ക് മറ്റും ഉപയോഗിച്ചു. അതേപോലെ ബാസ്ക്കറ്റ്, ഐ പ്ലേ, ഓഫൺ. ഇത് കറക്റ്റ് ഓർഡറിൽ കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളതാണ്. വർക്ക്, മാർഗരറ്റ്, ഹാർട്ട്, യൂഷ്വലി. ഇത് കറക്റ്റ് ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ്. ഈ 8 സെൻറ്റൻസുകളും കറക്റ്റ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് ആൻസർ കീ ചെക്ക് ചെയ്യുക. ആൻസർ കീ ചെക്ക് ചെയ്ത് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അധ്യായം പഠിഞ്ഞു എന്നർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ അധ്യായം ഒന്നുകൂടെ നോക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് അഞ്ചാമത്തെ എക്സസൈസ്. റൈറ്റ് സെൻറ്റൻസസ് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ചുള്ള സെൻറ്റൻസുകൾ എഴുതുക എന്നുള്ളതാണ്. യൂസ് ഓൾവേസ്, നെവർ, ഓഫൻ, സംടൈംസ്, യൂഷ്വലി. ഈ 5 പദങ്ങൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് വാച്ച് ടെലിവിഷൻ. ഐ നെവർ വാച്ച് ടെലിവിഷൻ എന്നോ ഐ യൂഷ്വലി വാച്ച് ടെലിവിഷൻ ഇൻ ദ ഈവനിങ് എന്നോ നിങ്ങളുമായി ബന്ധപ്പെട്ട കറക്റ്റ് അർത്ഥം വരുന്ന യഥാർത്ഥ ട്രൂ സെൻറ്റൻസുകൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ റീഡ് ഇൻ ബെഡ്. ഓക്കെ, ഗെറ്റ് അപ്പ് ബിഫോർ 7 o'clock, ഗോ ടു വർക്ക് ഓർ സ്കൂൾ ബൈ ബസ്, ഡ്രിങ്ക് കോഫി. ഈ 5 വാക്കുകൾ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ്? യൂഷ്വലി ആണോ, ഓൾവേസ് ആണോ, ഓഫൺ ആണോ, സംടൈംസ് ആണോ എന്നിങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇതിൽ പഠിച്ചത് പ്രസൻറ്റ് സിമ്പിൾ ആണ്. ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫോം ആണ് പ്രസൻറ്റ് ടെൻസ്. അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന കുറച്ച് പദങ്ങളാണ് ഓൾവേസ്, നെവർ, ഓഫൻ, സംടൈംസ്, യൂഷ്വലി എന്നിവ. ഇവയുടെ പൊസിഷൻ കറക്റ്റ് ശ്രദ്ധിക്കണം. അതിൻ്റെ പൊസിഷൻ എന്നുള്ളത് സബ്ജക്റ്റിനും വെർബിനും ഇടയിലാണ്. അല്ലാത്ത രീതിയിൽ ഉപയോഗിക്കരുത്. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പാഠങ്ങൾ അടുത്ത പാഠങ്ങളായിട്ട് വരും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ഈ പാഠങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്, വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് ചെയ്ത് മനസ്സിലാവാറുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേറ്റ പാഠങ്ങളിലേക്ക് പോവുക. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ പേജിൽ കൊടുത്തിരിക്കുന്ന ആ പാഠങ്ങളൊന്നും കൂടി പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. വളരെ ലളിതമാണ്. വളരെ ലളിതമായിട്ടാണ് എക്സസൈസും ഇതെല്ലാം വിശദീകരിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ സംശയങ്ങളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.